നമുക്കൊരു ബനാന കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് 2 പഴുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്ത പഴമാണ് വേണ്ടത് തന്നെ. അപ്പോൾ ഇത് നന്നായി ഉടച്ചതിന് ശേഷം നമുക്കിതിൽ 2 മുട്ട നമുക്ക് ചേർക്കാം. അത് നന്നായി ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂണ് വാനില എസൻസാണ്. ഇതെല്ലാം കൂടി നമുക്ക് അടിച്ചു കൊണ്ടുവരാം. പിന്നെ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പഴം നമുക്ക് അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കഷ്ണമായിട്ട് നന്നായി ഒന്നും കൂടി അടിച്ച് കഴിഞ്ഞാൽ മതി. പക്ഷെ ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഇനി നമ്മൾ 1/4 ടീസ്പൂണ് അല്ല 1.5 ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതൊന്ന് നന്നായി യോജിപ്പിച്ച് അവിടെ മാറ്റി വയ്ക്കുക. ഇത് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ 1 സ്പൂണ്, കറുവപ്പട്ടയും പിന്നെ ഗ്രാമ്പും കൂടി പൊടിച്ചത് 1 സ്പൂണുണ്ട്. ഇത് ഒരു 3 തവണ ഇങ്ങനെ അരിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാതും അതായത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും ഒന്ന് ആവുകയും ചെയ്യും. വല്ല തരികളുണ്ടെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ 3 തവണ നമുക്ക് അരിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. കുറേ സ്പീഡിൽ നമ്മൾ ഇളക്കണ്ട, കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി യോജിപ്പിച്ചതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മസ്, ഇത് ഞാൻ ഗോതമ്പ് പൊടിയിൽ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പൊടിയിലിട്ട് കാരണം കൊണ്ട് അതെല്ലായിടത്തേക്കും ആയിക്കോളും, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ നിൽക്കും. ഇനി നമുക്ക് ഞാനൊരു നെയ്യ് പറ്റി വെച്ച് നമ്മുടെ കേക്കിംഗ് ട്രേയിലേക്ക് ഇതൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മീതെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മസും ഒന്ന് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ വെന്തിട്ട് പകുതിയാകുമ്പോൾ വെച്ചാലും മതി. ഇപ്പോൾ ഇത് നല്ല കട്ടിയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ താഴ്ന്നു പോകാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മസും വെച്ച് ഒന്ന് ഭംഗിയാക്കാം. അപ്പോൾ ഞാനത് ആവിയിലാണ് വേവിച്ചെടുക്കണത്. വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കേക്ക് ട്രേ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് അതിൽ നിന്ന് എടുക്കാം. മറിച്ചിട്ടൊക്കെ വേണ്ട. അടിയൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കണം. നല്ല കേക്കാണ്. പക്ഷെ കളറ് ഇപ്പോൾ പഞ്ചസാരയിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ കാരമലൈസ് ചെയ്തെങ്കിൽ കളറ് നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ എനിക്കിപ്പോൾ അതിനൊന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ചായയിലേക്ക് ഒരു കേക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ അപ്പു കുറച്ച് ദിവസമായി കേക്ക് ചോദിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേക്ക്. ഈ കേക്ക് ബനാന കേക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. ഉള്ളിലൊക്കെ അണ്ടിപ്പരിപ്പും കിസ്മസും ഒക്കെ ഉണ്ട്. കളറിന് കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നില്ലെങ്കിൽ ഉപയോഗിച്ച പഞ്ചസാരയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് കാരമലൈസ് ചെയ്തതിൽ ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.